പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് നിങ്ങളെ വിളിച്ചവൻ എന്നാണ് മിക്കവാറും പരിഭാഷകളിൽ കാണുന്നത്. എന്താണ് ക്രിസ്തുവിൻ്റെ കൃപ എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പശ്ചാത്തലമോ നീതിപ്രവൃത്തികളോ നോക്കാതെ, യാതൊരു കർമാചാരങ്ങളുടെയും ആവശ്യമില്ലാതെ, കേവലം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം അനുഭവിക്കുന്ന സൗജന്യ രക്ഷയെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ രക്ഷ നമുക്ക് ലഭിക്കാൻ യേശു തൻ്റെ ജീവൻ മറുവിലയായി നൽകി. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവിടുന്ന് യാഗമായി. പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും സാധിക്കാതിരുന്ന ഈ മഹാപ്രവൃത്തി അവിടുന്ന് നമുക്കായി നിർവഹിച്ചു. ഇത് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ ഈ കൃപയിൽ നിന്ന് പിന്തിരിയാൻ കഴിയും? എന്നാൽ ഗലാത്യയിലെ സഭയിൽ ഇത് അനുഭവിച്ച ദൈവജനത്തെ ഈ കൃപയിൽ നിന്ന് വീഴ്ത്തുവാൻ ചിലർ നുഴഞ്ഞു കയറി. ഇക്കാലത്തും സൗജന്യമായി ലഭിക്കുന്നതിന് വില കൽപ്പിക്കാതിരിക്കുകയും ഒരു പ്രയോജനവുമില്ലാത്തതാണെങ്കിലും വൻ വില വാങ്ങി നൽകുന്നതിനെ എന്തോ വലിയ സംഭവമായി കാണുകയും ചെയ്യുന്നവർ ഉള്ളതുപോലെ, രക്ഷയ്ക്ക് വേണ്ടി ചില കർമ്മങ്ങൾ കൂടെ വേണമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നുഴഞ്ഞുകയറ്റക്കാർ ചെയ്തത്. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി ചെയ്യാനുള്ള സകലതും നിവൃത്തിയാക്കിയെങ്കിൽ അതുപോരാ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ത്യാഗങ്ങളും ആചാരങ്ങളും കൂടെ ആവശ്യമെന്ന് ഇവർ പഠിപ്പിച്ചു. ഇതിന് പൗലോസ് കൊടുത്ത ശീർഷകമാണ് വേറൊരു സുവിശേഷം. ക്രിസ്തുവിൻ്റെ കൃപയാൽ സൗജന്യമായി ലഭിക്കുന്ന ഈ സുവിശേഷത്താലുള്ള രക്ഷയോട് വേറെ എന്ത് കൂട്ടിച്ചേർത്താലും അത് വേറൊരു സുവിശേഷമാണ്. അത് രക്ഷയിൽ നിന്ന് അകറ്റാനും കൃപയിൽ നിന്ന് തള്ളിയിടാനും മാത്രമേ ഉപകരിക്കൂ. ആകയാൽ ക്രിസ്തുവിൻ്റെ ഈ മഹാകൃപയിൽ നിലനിന്ന് സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഘോഷിക്കുകയും ചെയ്യാം. നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെയും മറ്റൊരു വ്യക്തിയുടെയും പുണ്യപ്രവർത്തികളാലുമല്ല, യേശു ക്രൂശിൽ സ്വന്തം ജീവൻ നൽകിയതിനാൽ മാത്രമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.